ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ കൊത്തു പൊറോട്ടയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. പൊറോട്ട ചെറുതായിട്ട് അരിഞ്ഞത് 2 എണ്ണം, സവോള 1 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി 1 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, കരിവേപ്പില കുറച്ച്, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിയില കുറച്ച്, നാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ, മുട്ട 2 എണ്ണം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ സബോള ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരണം. ഈ സവോളയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും 1 വെളുത്തുള്ളിയും കുറച്ച് കരിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വാടണം. നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയും ഗരം മസാലയും പെരിഞ്ജീരകം പൊടിച്ചതും മഞ്ഞൾപ്പൊടിയുമാണിത്. അപ്പോൾ അത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആ മസാലയുടെ പച്ച ചുവ മാറുമ്പോഴേക്കും 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്തുടയണം. ഞാനിവിടെ പൊറോട്ട 2 വലിയ പൊറോട്ട എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് നമുക്കിത് ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ മസാലയെല്ലാം ഈ പൊറോട്ടയിലൊന്ന് പിടിക്കണം. നമുക്ക് ചപ്പാത്തി ഇതുപോലെ തന്നെ ചെയ്യാം. തലേദിവസം ഉണ്ടാക്കി വെച്ച ചപ്പാത്തി ഉണ്ടെങ്കിൽ മിച്ചം വരുന്ന ചപ്പാത്തിയും കൊണ്ട് നമുക്കിതിങ്ങനെ ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിലേക്ക് അല്പം ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം നമുക്കിനി. ഞാനിവിടെ ബീഫ് കൊത്തു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് മൊത്തം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ ബീഫിൻ്റെ കറിയും കുറച്ച് കഷ്ണങ്ങളെ കൂടിയാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഗ്രേവിക്ക് വേണ്ടി ഇതിനു വേണ്ടി മാത്രമാണ്.
അത് നന്നായിട്ട് ഒന്ന് കൊത്തി കൊടുക്കുക. ഇപ്പം നമ്മുടെ കയ്യിൽ നല്ല സ്റ്റീലിൻ്റെ അടപ്പോ പാത്രത്തിൻ്റെ ഗ്ലാസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ കൊത്തി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ബീഫൊക്കെ നന്നായിട്ട് ഇങ്ങ് ചതഞ്ഞിരിക്കും. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കൊടുക്കും. ഇത് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യണം, നല്ല അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്